കൊച്ചി കായലിലൂടെ വാട്ടർ മെട്രോയിലും അതുപോലെ കൊച്ചിയിലെ മെട്രോയിലൊക്കെ കയറി ഒരു ദിവസം കൊച്ചിയിലൊന്ന് നമുക്ക് സ്പെൻഡ് ചെയ്ത് വരാം. കോഴിക്കോട് നിന്നാണ് കേട്ടോ യാത്ര ആരംഭിക്കുന്നത്. ബൈക്ക് നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വെച്ച് ഒരു ദിവസം അവിടെ പാർക്ക് ചെയ്യാനുള്ള ചാർജ് 25 രൂപയാണ്. രാവിലെ 6:10 ജനശതാബ്ദിക്കാണ് പോകുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ റീഡെവലപ്മെന്റ് ഭാഗമായിട്ട് പല ഭാഗങ്ങളും അടച്ചിട്ടുള്ളത്. ഇവരൊക്കെ ആ രാവിലെയുള്ള ട്രെയിനിൽ പോകാനുള്ളതാണ്. എല്ലാവരും അധികാളും തിരുവനന്തപുരത്തേക്കോ എറണാകുളത്തേക്കായിരിക്കും. 6:10 നമുക്ക് ട്രെയിൻ ഷെഡ്യൂൾ ചെയ്തത്. വന്നത് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയിട്ട് 6:20 10 മിനിറ്റ് ലേറ്റ് എന്നൊക്കെ ഇന്ത്യൻ റെയിൽവേ സംബന്ധിച്ച് സാധാരണ. ട്രെയിൻ കയറി. പുതിയ കോച്ചാണ്. ആദ്യം തന്നെ ബാത്റൂമിൽ പോയി ഒന്ന് മൂത്രയ്ക്ക് വിചാരിച്ചു. നല്ല വൃത്തിയുള്ള സംഭവം കേട്ടോ. ആദ്യമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേയിൽ ഇങ്ങനത്തെ ഒരു കോച്ച് കാണുന്നത്. അത്രക്കും വൃത്തി. നമ്മളെ കേരളത്തിൽ ഓടുന്നതുകൊണ്ടായിരിക്കും ഇതിന് ഇത്രമാത്രം വൃത്തി. നോർത്തേക്കൊക്കെ പോയാൽ പിന്നെ പറയണ്ടല്ലോ അവസ്ഥ. ഈ ഒരു പ്രതിഭാസം കുറേ നേരം അങ്ങനെ നോക്കിന്ന് പേടിയാവുക. എങ്ങാനും ഇതിലങ്ങോട്ട് വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വടക്കോട്ടും ഒന്ന് തെക്കോട്ടും പോകും. പിന്നെ അവിടുന്ന് വെല്ലം അങ്ങോട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പം വിശപ്പ്. ട്രെയിനിൽ നിന്ന് പിന്നെ എന്ത് ഫുഡ് കഴിച്ചാലും പൈസ അല്ലാതാവില്ലെങ്കിലും ടേസ്റ്റ് 5 പൈസക്ക് ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ 2-3 പഴം ബിസ്ക്കറ്റും അതൊക്കെ കൈക്കലാക്കി കൊണ്ടുവന്നിനി. ആയുഷ് പിന്നെ ഈ സാധനങ്ങളൊന്നും തിന്നൂല. ഓർക്ക് ചോക്ലേറ്റോ ബിസ്ക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പോവുള്ളൂ. കണ്ണാടി കണ്ടാൽ പിന്നെ ഒന്ന് സെൽഫി എടുക്കണം. അതും ഇത്രക്കും ക്ലിയർ ഉള്ളത്. കൃത്യസമയത്ത് തന്നെ നമ്മൾ എറണാകുളം ടൗണിലെത്തി. വീട്ടിൽ നിന്ന് ഉമ്മ കെട്ടിത്തന്ന ഇഡ്ഡലിയും ചട്ടിനിയും ഉള്ളതുകൊണ്ട് പിന്നെ രാവിലത്തെ ഫുഡ് അതന്നെ ആക്കാൻ വിചാരിച്ചു. ട്രെയിനൊക്കെ പോയതിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു 1-ാമത്തെ പ്ലാറ്റ്ഫോമിലെ മൂലൊക്കെ പോയിരുന്ന് ട്രെയിനുകളെയും കണ്ട് അതിങ്ങനെ തിന്നാൻ തുടങ്ങി. ട്രെയിൻ ഇങ്ങനെ തേരാപ്പാര പോയിക്കൊണ്ടിട്ടുണ്ടോ. ആദ്യം തന്നെ നമ്മളെ ലക്ഷ്യം മെട്രോ ആണ്. റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങി ജസ്റ്റ് ഒരു 200 മീറ്റർ നടന്നാൽ ആദ്യത്തെ മെട്രോ സ്റ്റേഷൻ ടൗൺ ഹാൾ എത്തും. നമുക്ക് ഒരുപാട് മെട്രോയിൽ യാത്ര ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ചാർജ് വരുന്ന 125 മെട്രോന്റെ 1 ഡേ പാസ് ആണ് എടുത്തത്. അതാകുമ്പോൾ പിന്നെ ടിക്കറ്റ് എടുക്കാനൊന്നും ക്യൂ നിൽക്കണ്ടല്ലോ. ആ പാസ് ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി 12 വരെ യാത്ര ആവാം. ആദ്യം തന്നെ പോയത് ആലുവ മെട്രോ സ്റ്റേഷനിലേക്കാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവിടെ നമ്മളൊരു റൂം ബുക്ക് ചെയ്തതാണ്. കാരണം നമുക്ക് നാളെയും കുറച്ച് പരിപാടികളുണ്ട് എറണാകുളത്ത്. നടക്കാൻ വിചാരിച്ച് വെയിൽ കാരണം പിന്നെ ഓട്ടോ വിളിച്ചെന്നെ പോയി. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ചെറിയൊരു റൂമാണ് കേട്ടോ. ജസ്റ്റ് രാത്രി ഒന്ന് കിടന്നുറങ്ങണം. പിറ്റേന്ന് രാവിലെ അവിടുന്ന് എണീറ്റ് വേറെ 1-2 സ്ഥലത്തേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ബജറ്റ് ഫ്രണ്ട്ലിയും ബ്രേക്ക്ഫാസ്റ്റും കിട്ടുന്ന റൂമാണ് ബുക്ക് ചെയ്തത്. 2 മണിക്കൂർ റൂമിലൊന്ന് കിടന്നുറങ്ങി. ഉച്ചയായപ്പം നേരെ എണീറ്റിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് വിട്ട് ആലുവയ്ക്ക്. അവിടെ എത്തി ഈ ബിരിയാണി സെന്ററിൽ കയറിയിട്ട് ഒരു ബീഫ് ബിരിയാണി കഴിച്ച്. നല്ല അടിപൊളി ടേസ്റ്റ് ബിരിയാണി. 150 രൂപ കേട്ടോ. പിന്നെ അവിടുന്ന് ആലുവ മെട്രോ സ്റ്റേഷനിൽ മെട്രോയിൽ എടുത്തിട്ട് പിന്നെ നമ്മൾ പോയത് MG റോഡ് മെട്രോ സ്റ്റേഷനിലാണ്. അവിടെ പോയിട്ട് വാട്ടർ മെട്രോയിൽ കയറണം. ഓട്ടോ വിളിച്ചിട്ട് അവിടുന്ന് കേട്ടോ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് പോയത്. MG റോഡാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷന്. അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വാട്ടർ മെട്രോയിലും കയറി ഫോർട്ട് കൊച്ചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ ഏകദേശം 20-25 മിനിറ്റിന്റെ ദൂരമുണ്ട്. ടിക്കറ്റ് നമുക്ക് ചാർജ് വരുന്നത് വെറും 40 റുപ്യ കേട്ടോ. ബോട്ട് കയറി നമ്മൾ അതിൽ കയറി എന്നുള്ള ആ ഒരു കുലുക്കോ അല്ലെങ്കിൽ ആ വെള്ളത്തിന്റെ ഓളത്തിനോടൊപ്പമുള്ള ആ ഒരു ചലനോ അതൊന്നും ഉണ്ടാവില്ല. നല്ല AC ഇരുന്നിട്ട് എത്താം. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തി. ഫോർട്ട് കൊച്ചിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് പോയാൽ റോറോ സർവീസ് കാണാം. അതിൽ 3 റുപ്യ എടുത്താൽ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. വലത്തോട്ട് ഭാഗത്തേക്ക് പോയാൽ വാസ്കോഡഗാമ സ്ക്വയറും പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ചെറിയൊരു പാർക്കും ഉണ്ട് അവിടെ. ആഴ്ച കുറച്ചു നേരം അതിൽ കളിച്ചിട്ടോ. പിന്നെ അവിടെ ബീച്ചും ഇതുപോലെ ചീനവലകളൊക്കെ ഇങ്ങനെ കാണാം. അതൊക്കെ ഒന്ന് കുറച്ചു നേരം കറങ്ങി എക്സ്പ്ലോർ ചെയ്യാം. ഫോർട്ട് കൊച്ചിയിൽ പ്രധാനമായിട്ടും കാണേണ്ടത് ഇതൊന്നുമല്ല, ഒരുപാട് ചരിത്ര സ്മാരകങ്ങളും ചരിത്ര അവശേഷിപ്പുകളൊക്കെ ഉണ്ട്. നമ്മളവിടെ മെട്രോ ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോ ചേട്ടന്മാർ വന്നിട്ട് നമുക്കവിടെ കാണിക്കാനുള്ള സ്ഥലങ്ങളും അവരെ 1 മണിക്കൂർ കൊണ്ട് കാണിച്ചു തരാമെന്നൊക്കെ പറയും. ആവശ്യമുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്താം. അല്ലാത്തവർക്ക് വാട്ടർ മെട്രോ മാത്രം എക്സ്പ്ലോർ ചെയ്യാവുന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളവർക്ക് ഫോർട്ട് കൊച്ചി അവിടെ ഇറങ്ങി ഫോർട്ട് കൊച്ചിയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് വാട്ടർ മെട്രോ എടുത്തിട്ട് ഹൈക്കോർട്ടിലേക്ക് ജംഗ്ഷനിലേക്കും വരാം. നമ്മുടെ ലക്ഷ്യം വാട്ടർ മെട്രോ കയറുക മാത്രമുള്ളായിരുന്നു. അപ്പം അടുത്ത മെട്രോന്റെ സമയമായപ്പം തന്നെ തിരിച്ച് വാട്ടർ മെട്രോ എടുത്തിട്ട് നേരെ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് വന്ന്. അല്ലാത്ത ആളുകൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ട്, അതൊക്കെ കാണാം. അങ്ങനെ സമയമായപ്പം ടിക്കറ്റ് കൊടുത്ത് വരിയിൽ നിന്ന് നേരെ മെട്രോയിൽ കയറി. ഒരേ സമയം 96 ആളുകൾക്കാണ് കേട്ടോ ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുക. അതിൽ 50 ആളുകൾക്ക് ഇരുന്നും 46 ആളുകൾക്ക് നിന്നുമാണ് യാത്ര ചെയ്യുക. ആ ഒരു ലിമിറ്റ് ആളായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആളെ കയറ്റൂല. 20 മിനിറ്റ് എത്ര പെട്ടെന്നാ പോയതെന്ന് യാതൊരു ഐഡിയ ഇല്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ഹൈക്കോർട്ട് മെട്രോയിലെത്തി. അങ്ങനെ അവിടുന്ന് പിന്നെ നേരെ നടന്ന് വിട്ട് നമ്മൾ മെറൈൻ ഡ്രൈവ് ഭാഗത്തേക്കാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെ മെറൈൻ ഡ്രൈവ്. ഒരു 200-300 മീറ്റർ നടക്കാനുള്ളൂ. അങ്ങനെ ആദ്യം കണ്ട ഒരു ചായപ്പീടിയ കയറിയിട്ട് ഒരു ചായയും 2-3 കടിയും കഴിച്ച് വിശപ്പൊന്ന് ചെറുതായിട്ട് മാറി. കൊച്ചി കായലിന് നല്ല ഭംഗിയും.
അതും കഴിഞ്ഞ് മെറൈൻ ഡ്രൈവ് ഭാഗത്തേക്കൊന്ന് നടക്കുന്നു. അവിടെ കയറിയ അസ്തമയം കണ്ട് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്ത്. മെറൈൻ ഡ്രൈവിൽ വൈകുന്നേരം പോണവരൊക്കെ ഒന്ന് നല്ല ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ കാക്കകൾ ഇങ്ങനെ നിരനിരായിട്ടുണ്ടാവും മരത്തിന്റെ മുകളിൽ. ഒന്ന് അപ്പിട്ടാല് സംഗതി ഏതായാലും ആ ഒരു മൂഡ് അങ്ങോട്ട് പോയി കിട്ടും. അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് ഓട്ടോ എടുത്തിട്ട് പിന്നെ പോയത് MG റോഡ് മെട്രോ സ്റ്റേഷനിലേക്കാണ്. അവിടുന്ന് മെട്രോ എടുത്തിട്ട് നേരെ പോകേണ്ടത് എടപ്പള്ളിക്കാണ്. കൊച്ചി വന്നാൽ പിന്നെ ലുലു കാണാതെ മടങ്ങരുതല്ലോ. ലുലു നമ്മളെ നാട്ടിലുണ്ട്, എന്നാലും കൊച്ചിയിലൊരു ലുലുവിന് പ്രത്യേക വൈബാണ്. അവിടെ കയറി ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഫുഡ് ഏതായാലും അവിടുന്ന് തന്നെ വാങ്ങാൻ വിചാരിച്ച്. സൂചി കുത്താൻ ഇടല്ലേ സ്ഥലത്ത്, എന്നാലും അവിടുന്ന് തന്നെ ആക്കി.